നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് പുത്തഞ്ചിറ കോൺഗ്രസിൽ പൊട്ടിത്തെറി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VA നദീർ തൽസ്ഥാനം രാജിവെച്ചു. പൊയ്യ മഠത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിൽ തസ്തിക അനുവദിക്കാൻ സർക്കാർ തീരുമാനം. വില്ലേജ് ഓഫീസർ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ, വില്ലേജ് അസിസ്റ്റന്റ്, ഫീൽഡ് അസിസ്റ്റന്റ്, PTS എന്നീ തസ്തികകളാണ് അനുവദിച്ചിരിക്കുന്നത്. പാലിയേക്കര ടോൾ പ്ലാസ ജീവനക്കാരന് കാർ യാത്രക്കാരുടെ മർദ്ദനം. ടോൾ പ്ലാസയിലെ സെക്യൂരിറ്റി ഗാർഡായ രാജസ്ഥാൻ സ്വദേശി നിമ റാമിനാണ് മർദ്ദനമേറ്റത്. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് പുത്തഞ്ചിറ കോൺഗ്രസിൽ പൊട്ടിത്തെറി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ പ്രവർത്തകർ വിമർശനം ശക്തമാക്കി. ഇതേ തുടർന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VA നദീർ തൽസ്ഥാനം രാജിവെച്ചു. കോൺഗ്രസ് അനുകൂല തരംഗത്തിലും പുത്തഞ്ചിറയിൽ ഭരണം ലഭിക്കാത്തതിന്റെ നിരാശയിലാണ് പ്രവർത്തകർ. പല വാർഡുകളിലും അനുകൂല കാലാവസ്ഥയുണ്ടായിട്ടും പാളിപ്പോയ സ്ഥാനാർത്ഥി നിർണയമാണ് തോൽവിക്ക് കാരണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. മണ്ഡലം പ്രസിഡന്റ് VA നദീർ പോലും പരാജയപ്പെട്ടു. പ്രസിഡന്റ് മുൻകൈയെടുത്ത് സ്ഥാനാർത്ഥികളാക്കിയ വാർഡ് 1, 14, 15, 16 വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ തോൽവിയുടെ ഉത്തരവാദിത്തം പ്രസിഡന്റ് ഏൽക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. മണ്ഡലം കമ്മിറ്റിയിൽ രൂക്ഷമായ വാദപ്രതിവാദം ഉയർന്നതിനെ തുടർന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന് VA നദീർ രാജിക്കത്ത് കൈമാറി. പുതിയ മണ്ഡലം കമ്മിറ്റി അധ്യക്ഷനെ നേതൃത്വം വരും ദിവസങ്ങളിൽ നിർദ്ദേശിക്കും. മീഡിയ ടൈം, മാള. പൊയ്യ മഠത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിൽ തസ്തിക അനുവദിക്കാൻ തീരുമാനം. വില്ലേജ് ഓഫീസർ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ, വില്ലേജ് അസിസ്റ്റന്റ്, ഫീൽഡ് അസിസ്റ്റന്റ്, PTS എന്നീ തസ്തികകളാണ് അനുവദിച്ചിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടി വില്ലേജ് ഓഫീസ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നടപ്പാക്കാത്തതിനെതിരെ ഫയൽ ചെയ്ത കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ തീരുമാനം. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടും മഠത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചില്ലെന്ന് കാണിച്ച് പൊതുപ്രവർത്തകൻ സർക്കാരിന് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകി. സ്മാർട്ട് വില്ലേജ് ഓഫീസ് എല്ലാ സൗകര്യങ്ങളോടെയും ഫെബ്രുവരിയിൽ തുറക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. തുടർന്ന് സർക്കാർ 6 മാസത്തെ സമയം ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ സമയപരിധി നവംബറിൽ കഴിഞ്ഞെങ്കിലും വില്ലേജ് ഓഫീസ് തുറക്കാൻ നടപടിയുണ്ടായില്ല. തുടർന്ന് ഹർജിക്കാരനായ ഷാൻഡി ജോസഫ് തട്ടകത്ത് കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. 44 ലക്ഷം രൂപ ചിലവഴിച്ച് 1861 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് സ്മാർട്ട് വില്ലേജ് കെട്ടിടം നിർമ്മിച്ചത്. സ്വീകരണ വരാന്ത, വില്ലേജ് ഓഫീസറുടെ മുറി, റെക്കോർഡ് റൂം, ഫ്രണ്ട് ഓഫീസ് ശുചിമുറി, അംഗപരിമിതർക്കായി പ്രത്യേക പ്രവേശന കവാടം, ശുചിമുറി എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. പാലിയേക്കര ടോൾ പ്ലാസ ജീവനക്കാരന് കാർ യാത്രക്കാരുടെ മർദ്ദനം. ടോൾ പ്ലാസയിലെ സെക്യൂരിറ്റി ഗാർഡായ രാജസ്ഥാൻ സ്വദേശി നിമ റാമിനാണ് മർദ്ദനമേറ്റത്. ബുധനാഴ്ച പുലർച്ചെ 2:30യോടെയാണ് സംഭവം. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ യാത്രക്കാരാണ് ജീവനക്കാരനെ മർദ്ദിച്ചത്. വെള്ള ഫോർച്യൂണർ കാറിലെത്തിയ സംഘം ഒരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു. വെള്ള ഫോർച്യൂണർ കാറിലെത്തിയ സംഘം ഒരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു. ഫാസ്ടാഗ് റീഡ് ചെയ്ത കാർ മുന്നോട്ട് നീക്കി നിർത്തിയ ശേഷം കാറിൽ നിന്ന് 3 പേർ ഇറങ്ങി വന്നാണ് ജീവനക്കാരനെ മർദ്ദിച്ചത്. 2ാമത്തെ ബൂത്തിൽ കസേരയിലിരിക്കുകയായിരുന്ന ജീവനക്കാരനാണ് മർദ്ദനമേറ്റത്. മറ്റൊരു ബൂത്തിൽ കയറി ജീവനക്കാരനെ ആക്രമിക്കാൻ ശ്രമിച്ച ഒരാളെ കൂടെയുണ്ടായിരുന്നവർ മാറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. ടോൾ പ്ലാസയിലെ ബൂം ബാരിയറുകൾ തകർത്ത ഇവർ വാഹനങ്ങളും കടത്തിവിടുകയായിരുന്നു. ടോൾ പ്ലാസ അധികൃതരുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. फोन में देखो सक्सेसफुल है तो ये मार्केट सिनार में छोड़ो, ओके? ये मार्केट हाँ ये सिनार में छोड़ो. बोलो बोलो भैया बोलो. മീഡിയ ടൈം, തൃശൂർ. SN പുരത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമണം നടത്തിയ സഹോദരങ്ങൾ അറസ്റ്റിൽ. എടത്തിരുത്തി സ്വദേശി അരിപ്പിന്നി വീട്ടിൽ രശ്മൽ 37 വയസ്സ്, സഹോദരൻ നിഖിൽ 35 വയസ്സ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച പുലർച്ചെ SN പുരം തറാഞ്ചേരി സ്വദേശി കുഴുപ്പുള്ളി വീട്ടിൽ സുന്ദരന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതികൾ തങ്ങളുടെ അമ്മയെ സുന്ദരൻ ഫോൺ ചെയ്തു എന്ന വൈരാഗ്യത്താൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിക്കുകയും
തടയാൻ ശ്രമിച്ച സുന്ദരന്റെ ഭാര്യയെയും ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. നിഖിൽ കാട്ടൂർ സ്റ്റേഷനിലെ ഒരു അടിപിടി കേസിലെ പ്രതിയാണ്. മതിലകം പോലീസ് സ്റ്റേഷൻ SHO വിമോദ്, SI-മാരായ അജയ് S. മേനോൻ, പ്രദീപ് TN, വിശാഖ്, GSI വഹാബ്, CPO ഷനിൽ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. 2021 കഞ്ചാവുമായി അറസ്റ്റിലായ കേസിലും മോഷണ കേസിലും അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷം കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ മാള പോലീസ് പിടികൂടി. SN പുരം സ്വദേശി മനപ്പിള്ളി വീട്ടിൽ രതീഷിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. 2021 മേലടൂർ ജംഗ്ഷനിൽ 20 ഗ്രാം ഉണങ്ങിയ കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കേസിലും കുഴൂർ വിളക്കുംകാൽ ജംഗ്ഷന്റെ സമീപത്തുള്ള പറമ്പിൽ കെട്ടിയിരുന്ന 3 പോത്തുകളെ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിലും അറസ്റ്റിലായതിനു ശേഷം കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്ന രതീഷിനെ പിടികൂടുന്നതിനായി കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഈ വാറന്റ് പ്രകാരമാണ് രതീഷിനെ അറസ്റ്റ് ചെയ്തത്. രതീഷ് മാള, വാടാനപ്പിള്ളി, മതിലകം, ഇരിങ്ങാലക്കുട, ആലുവ ഈസ്റ്റ് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 4 മോഷണ കേസിലും 1 വധശ്രമ കേസിലും, വിൽപ്പനയ്ക്കായി കഞ്ചാവ് സൂക്ഷിച്ച കേസിലും, കഞ്ചാവ് ബീഡി ഉപയോഗിച്ച കേസിലും, അശ്രദ്ധമായി വാഹനം ഓടിച്ച ഒരാൾ മരണപ്പെടാനിടയായ കേസിലും അടക്കം 10 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, SI റഷീദ് മുഹമ്മദ്, GS CPO-മാരായ ഷറഫുദ്ദീൻ, സനേഷ്, ജിബിൻ, CPO-മാരായ അഖിലേഷ്, ഹരികൃഷ്ണ, ഹോംഗാർഡ് വിനോദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഫെബ്രുവരി 4 മുതൽ 8 വരെ കാസർഗോഡ് കുണിയയിൽ നടക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സമസ്ത ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൈങ്കണ്ണിയൂർ, സെക്രട്ടറി അബ്ദുസ്സലാം ബാഖവി വടക്കേക്കാട് എന്നിവർ നയിക്കുന്ന ജില്ലാ സന്ദേശയാത്രയ്ക്ക് കൊടുങ്ങല്ലൂർ മേഖലയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. കയ്പമംഗലം MLA EC ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ MK മുജീബ് റഹ്മാൻ ദാരിമി അധ്യക്ഷനായി. ഉസ്താദ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ പൈങ്കണ്ണിയൂർ ശതാബ്ദി സന്ദേശം നൽകി. സയ്യിദ് വാജിദ് ഉലുമി തങ്ങൾ പ്രാർത്ഥന നടത്തി. KB മുഹമ്മദ് ഷാമിൽ ഖിറാഅത്ത് നടത്തി. CP മുഹമ്മദ് ഫൈസി, അൻവർ മുഹിയുദ്ദീൻ ഹുദവി, സിദ്ദിഖ് ഫൈസി മങ്കര, അബ്ദുൽ കരീം ഫൈസി പൈങ്കണ്ണിയൂർ, അബ്ദുസ്സലാം ബാഖവി വടക്കേക്കാട്, CK അബൂബക്കർ ഫൈസി ചെങ്ങമനാട്, വെള്ളാങ്കലൂർ മഹല്ലു ജുമുഅ മസ്ജിദ് മുദരിസ് അബ്ദുൽ നാസർ സാദി, സുലൈമാൻ അൻവരി കരുപ്പടന്ന, മതിലകം റേഞ്ച് പ്രസിഡന്റ് നൌഫൽ റഹ്മാനി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് പുത്തഞ്ചിറ കോൺഗ്രസിൽ പൊട്ടിത്തെറി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VA നദീർ തൽസ്ഥാനം രാജിവെച്ചു. പൊയ്യ മഠത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിൽ തസ്തിക അനുവദിക്കാൻ സർക്കാർ തീരുമാനം. വില്ലേജ് ഓഫീസർ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ, വില്ലേജ് അസിസ്റ്റന്റ്, ഫീൽഡ് അസിസ്റ്റന്റ്, PTS എന്നീ തസ്തികകളാണ് അനുവദിച്ചിരിക്കുന്നത്. പാലിയക്കര ടോൾ പ്ലാസ ജീവനക്കാരന് കാർ യാത്രക്കാരുടെ മർദ്ദനം. ടോൾ പ്ലാസയിലെ സെക്യൂരിറ്റി ഗാർഡായ രാജസ്ഥാൻ സ്വദേശി നിമ റാമിനാണ് മർദ്ദനമേറ്റത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.